ഈ അടുത്ത് ശിവകാർത്തികേയൻ അനുപമ ചോപ്രയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ വിജയങ്ങൾ എന്നെ കുറ്റം പറഞ്ഞവർക്കും വിമർശിക്കുന്നവർക്കുമുള്ള മറുപടി അല്ല എന്ന്. എൻ്റെ വിജയങ്ങൾ എൻ്റെ കൂടെ ആ സിനിമയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്കും എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നിന്ന ഫാൻസിനും ഫാമിലിക്കും ഉള്ളതാണെന്ന്. വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അതിലുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണത, ഒരു ആക്ടർ സക്സസ്ഫുൾ ആയാൽ അല്ലെങ്കിൽ ആ ഒരു ആക്ടറിൻ്റെ ബർത്ത്ഡേ മാഷപ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത്രയും കാലം അയാളെ എല്ലാവരും ചേർന്ന് പറഞ്ഞ എല്ലാ കുറ്റങ്ങളും, അടിച്ചു താഴ്ത്തി സംസാരിച്ച കാര്യങ്ങളും, അത്തരത്തിൽ കുറ്റം പറഞ്ഞ ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാം ചേർത്തിട്ട് പിന്നീട് ഇയാൾ കഷ്ടപ്പെട്ട് നേടിയ വിജയം ഈ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ് എന്ന രീതിയിൽ കാണിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. കാരണം സ്വന്തം ഫ്രസ്ട്രേഷൻ തീർക്കാനും മറ്റുള്ളവരോടുള്ള വെറുപ്പ് തീർക്കാനും വേണ്ടി എല്ലാത്തിനെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറേ പേർക്ക് നമ്മൾ തന്നെ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന പോലെയാണത്. കാരണം ഇനി ഒരാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിജയിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ പറയും, പണ്ട് ഞാൻ അവനെ വിമർശിച്ചത് കൊണ്ടാണ്, കുറ്റം പറഞ്ഞതുകൊണ്ടാണ് അവനിപ്പോൾ ഇത്തരത്തിൽ വിജയിച്ചതെന്ന്. പക്ഷേ ആ വിജയത്തിൽ ഇവർക്ക് യാതൊരു അർഹതയുമില്ല. സോ നിങ്ങൾക്ക് ഒരാളുടെ വിജയത്തിൽ അയാളെ അഭിനന്ദിക്കണമെങ്കിൽ അയാളുടെ ഹാർഡ് വർക്കിനെ അഭിനന്ദിക്കാം. അയാളുടെ കൂടെ ആ ഒരു വിജയത്തിന് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും നമുക്ക് അഭിനന്ദിക്കാം. അയാളെ വിശ്വസിച്ച് അയാൾ അത്രയും കാലം സപ്പോർട്ട് ചെയ്ത അയാളുടെ ഫാൻസിനെയും ഫാമിലിയെയും നമുക്ക് അഭിനന്ദിക്കാം. എന്നിട്ട് ഇത്തരത്തിൽ അയാളെ അടിച്ചു താഴ്ത്തി അധിക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് മാത്രം സംസാരിച്ചിട്ടുള്ള എല്ലാവരെയും അവഗണിക്കണം.